വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ട് കാറ്റഗറി 2 പാർട്ട് 2 ഇംഗ്ലീഷിന്റെ ഒക്ടോബർ 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഫസ്റ്റ് 14 ക്വസ്റ്റ്യൻസ് ആയിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമുക്ക് അതിന്റെ ബാലൻസ് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14 എന്ന് പറയുന്നത് The surgery will take at least 8 hours. The appropriate question to get this as the response is. അപ്പോൾ എന്താണ് ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സെന്റൻസിന് കറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ്? The surgery will take at least 8 hours. എന്താണ് സർജറിക്ക് എന്താണ് മിനിമം 8 hours എങ്കിലും വേണം എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ്. അപ്പോൾ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്? സർജറിക്ക് എത്ര ടൈം എടുക്കും, അല്ലെ, എത്ര സമയം എടുക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അവിടെ വരേണ്ടത്. അപ്പൊ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഹൗ മച്ച് ലോങ് വിൽ ദി സർജറി ടേക്ക്, ഹൗ ലോങ് വിൽ ദി സർജറി ടേക്ക്, ഹൗ മച്ച് ടൈം സർജറി ടേക്ക്, ഹൗ ലോങ് സർജറി വിൽ ടേക്ക്. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എല്ലാം എന്താണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സേ ഉള്ളൂ. ഏറ്റവും കറക്റ്റ് ആയിട്ട് എത്ര സമയം എടുക്കും സർജറിക്ക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഏത് വരും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, അല്ലേ? ഹൗ ലോങ് വിൽ ദി സർജറി ടേക്ക്, അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സിയും ഡിയും ഏകദേശം കറക്റ്റ് ആണ്. പക്ഷെ എന്താണ് ഇവിടെ ഓക്സിലറി വേർബ് എന്താണ് ലാസ്റ്റിലാണ് വന്നിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് അവിടെ ഒരു മിസ്റ്റേക്ക് വന്നത്. ഇല്ലെങ്കിൽ അതിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാമായിരുന്നു. ഓക്കെ, ഹൗ ലോങ് വിൽ ദി സർജറി ടേക്ക്, അതാണ് കറക്റ്റ് ആൻസർ. ഒരിക്കലും നമ്മൾ ഹൗ മച്ച് ടൈം എന്ന് പറയില്ല, അല്ലേ? ഹൗ മച്ച് ടൈം സർജറി ടേക്ക്, അത് ഒരു കറക്റ്റ് ഒരു യൂസേജ് അല്ല. നമ്മൾ എന്താണ് സമയത്തിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഹൗ മച്ച് ടൈം, എത്ര സമയം എടുക്കും, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എത്ര സമയം എടുക്കും എന്ന് പറയും. പക്ഷെ അതെന്താണ് ഇംഗ്ലീഷിൽ ആ ഒരു യൂസേജ് തെറ്റാണ്. പിന്നെ ഹൗ മച്ച് ലോങ് വിൽ ദി സർജറി ടേക്ക്, അതും തെറ്റായിട്ടുള്ളൊരു യൂസേജ് ആണ്. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി, ഹൗ ലോങ് വിൽ ദി സർജറി ടേക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഈസ് മിസ്പെൽഡ്, ഫൈൻഡ് ദി വേർഡ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം നമുക്ക് ഷുവറായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ മിസ്പെൽഡ് ഉറപ്പായിട്ട് ചോദിക്കും. ഒരു ഇഫ് ക്ലോസ് ചോദിക്കും, ഒരു ക്വസ്റ്റ്യൻ ടാഗ്, പിന്നെ ഒരു റിപ്പോർട്ടഡ് സ്പീച്ച്, പാസീവ് വോയിസ്, ഇതൊക്കെ ഉറപ്പായിട്ട് എന്താണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണും. സോ ഈ 5 ഏരിയ നോക്കിക്കൊണ്ട് പോയാൽ തന്നെ 5 മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടും. 30 മാർക്കിലാണ്. അതൊരു 5 മുതൽ 6 മാർക്ക് വരെ എന്തായിരിക്കും? പാസേജ് ആയിരിക്കും. പാസേജ് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും, അല്ലേ? പിന്നീട് ഗ്രാമർ വരും. ഗ്രാമർ നമ്മളിപ്പോൾ പറഞ്ഞു. അതിനുശേഷം വൊക്കാബുലറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. വൊക്കാബുലറി കൂടുതലും ഈ പറയുന്ന ഈ സെന്റൻസ് ഒക്കെ തന്നിട്ട് അതിനൊരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അതിന്റെ മീനിങ് എന്താണ്, അതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലായ ആൻസറിലേക്ക് എത്തിച്ചേരാം. അതൊന്നും നമ്മൾ പഠിച്ചിട്ട് പോകുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഫ്രീ ആയിട്ട് ബോണസ് മാർക്കായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഈ വൊക്കാബുലറിയിൽ നിന്ന് വരുന്നത്, അല്ലേ? അപ്പൊ എങ്ങനെ പോയാലും മാക്സിമം ഒരു 25 to 28 അത്യാവശ്യം ഒരുവിധം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു 28 മാർക്സ് വരെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഔട്ട് ഓഫ് 30. ഓക്കെ, അപ്പൊ നോക്കിക്കേ. അപ്പൊ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വൺ ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഇസ് മിസ്പെൽഡ്. മിസ്റ്റേക്ക് ആയിട്ടുള്ള വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്കോമഡേഷൻ, അക്വയർ, ആക്സലറേഷൻ, അക്കംപ്ലിഷ്. ഏത് സ്റ്റാർട്ട് ചെയ്യുന്ന 4 വേർഡ്സ് ആണ്. അതിൽ മിസ്റ്റേക്ക് ആയിട്ടുള്ള വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്, അല്ലേ? ആക്സലറേഷൻ. ആക്സലറേഷന്റെ സ്പെല്ലിംഗ് എന്താണ്? ACCELERATION. ആക്സിലറേഷൻ. ഐ അല്ല വരുന്നത്. എന്താണ് വരുന്നത്? ഈ ഐക്ക് പകരം അവിടെ എന്താണ് വരുന്നത്? ഇ ആണ് വരുന്നത്. ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ എന്താണ് അക്കോമഡേഷൻ, അക്വയർ, ആക്സലറേഷൻ, എന്താണ് അക്കംപ്ലിഷ്. ഏതാണ് വേർഡ് വരുന്നത്? ആക്സിലറേഷൻ ആണ് ഇവിടെ മിസ്റ്റേക്കൺ ആയിട്ടുള്ള വേർഡ്. ഓക്കെ, ഇത് വളരെ കൺഫ്യൂഷൻ ഒന്നും വരേണ്ട കാര്യമില്ല. ആക്സിലറേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഐ അല്ല ഇ ആണ് പറയേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Someone dash me on the phone for a long time. Someone dash me on the phone for a long time. എന്താണ് ആൻസർ വരുന്നത്? Has been trying, had been tried, have been trying, is been trying. നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? someone, അല്ലേ? ആരോ, someone. അപ്പൊ someone ശേഷം നമ്മൾ എപ്പോഴും എന്താണ് someone എന്നൊരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് എന്ന് പറയുന്നത് എപ്പോഴും സിംഗുലർ വേർബ് ആയിരിക്കും. മറന്നു പോകരുത്. ഇപ്പൊ someone, somebody, പിന്നെന്താണ് anyone, anybody, no one, nobody. ഇതിനൊക്കെ ശേഷം നമ്മൾ എപ്പോഴും എന്താണ് സിംഗുലർ വേർബ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് സിംഗുലർ വേർബ് വരുന്നത് നമുക്ക് ഐഡന്റിഫൈ. ഹാവ് ബീൻ ട്രൈങ് വേണ്ടാന്ന് വെക്കാം. കാരണം എന്താണ് ഹാവ് ബീൻ ട്രൈങ് എന്നുള്ളത് എന്താണ് പ്ലൂറലാണ്, അല്ലേ? ഹാവ് എന്ന് പറഞ്ഞ പ്ലൂറലാണ്. സോ അത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ വേണ്ടാന്ന് വെക്കാം. പിന്നെ എന്താണ് someone dash me on the phone for a long time. കുറെ നേരമായിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? അപ്പൊ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കുറെ മുമ്പ് മുതൽ വിളിക്കുന്നു, ഇപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അത് നിർത്തിയിട്ടില്ല. സോ ഏത് ടെൻസ് ആയിരിക്കും വരുന്നത്?
പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും വരുന്നത്. ആണല്ലോ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈസ് ബീൻ ട്രൈയിങ് നമ്മൾ പറയില്ല. പറയുമോ? ഇല്ല. പിന്നെ ഹാഡ് ബീൻ ട്രൈ എന്ന് പറയില്ല. ഹാഡ് ബീൻ ട്രൈയിങ് എന്ന് പറയും. അത് ഏത് ടെൻസ് ആയിപ്പോവും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിപ്പോവും. അപ്പൊ അതും വേണ്ട. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഹാസ് ബീൻ ട്രൈ. ഓക്കെ. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കണം. സമ്മണിന് ശേഷം നമ്മൾ എപ്പോഴും സിംഗുലർ വേർബാണ് യൂസ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കണം. പിന്നീട് എന്താണ്? തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ്? ഫോർ എ ലോങ് ടൈം. ഫോർ എ ലോങ് ടൈം എന്ന് പറയുന്നത് യൂസ് ചെയ്ത് നമ്മൾ ഏത് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്? ഇതിങ്ങനെ ഓർത്തിരുന്നത് ഫോർ എ ലോങ് ടൈം അല്ലെ എ ലോങ് ടൈം എന്നൊക്കെ പറയുന്നത് ഏത് ടെൻസിലാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഫോർ എ ലോങ് ടൈം എന്നുള്ള ഒരു യൂസേജ് ഒക്കെ വരുന്ന ആ ഒരു ടൈം ഒക്കെ കാണിക്കുന്നത് എവിടെയാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. അപ്പൊ അവിടെ എങ്ങനെയാണ് വരുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഓഫ് വേർബ് അല്ലേ? വേർബിന്റെ ING ഫോം കൂടി വേണം. ആണല്ലോ. അപ്പൊ ഏത് വരും? someone has been trying. ഹാസ് വന്നു. someone സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഹാസ് വന്നു, ബീൻ വന്നു, ട്രൈ എന്ന് പറയുന്ന വേർബിന്റെ ING ഫോം ട്രൈയിങ് വന്നു. ക്ലിയർ ആയല്ലോ. അപ്പൊ എന്ത് വരും? someone has been trying me on the phone for a long time. ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഐ ആം ഓണസ്റ്റ് ഡാഷ്. നേരത്തെ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ടാഗ്. ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. നിർബന്ധമാണ്, ഉറപ്പാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. നോക്കിക്കേ. ഐ ആം ഓണസ്റ്റ് ഡാഷ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഐ ആം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ സബ്ജക്ട് എന്താണ്? ഐ എം ആണ്. സോ എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം നമ്മൾ നോക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. തിരിച്ച് തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ടാഗ് നെഗറ്റീവ് ആണ്. അപ്പൊ ഈ രണ്ട് ടാഗ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ വേണ്ടാന്ന് വെക്കാം. ഈ രണ്ട് ഓപ്ഷൻസ് വേണ്ടാന്ന് വെക്കാമല്ലോ. ആം ഐയും വേണ്ട, ആർ ഐയും വേണ്ട. ഇനി ഐ ആം ഓണസ്റ്റ് എന്നാണ് പറയുന്നത്. ഐ ആം എന്നാണ് തന്നിരിക്കുന്ന സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ടാഗ് എന്തായിരിക്കും? ആറിൻ്റെ ആയിരിക്കും. ഓക്കെ. ഐ ആം എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ടാഗ് എന്തായിരിക്കും? ആറിൻ്റെ ആയിരിക്കും. ആറിൻ്റെ എന്നുള്ളത് വേണ്ട. അവിടെ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം നോട്ട് ചേർത്താൽ മതി. ഐ ആം നോട്ട്. ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് വരും ആൻസർ? ഐ ആം ഓണസ്റ്റ്. സോ നമ്മുടെ ടാഗ് എന്തായിരിക്കും? ആറിൻറ്റ് ഐ എന്നായിരിക്കും വരുന്നത്. ക്ലിയർ ആയോ? ഐ ആം ഓണസ്റ്റ്. അപ്പൊ അതിന്റെ ടാഗ് എന്താണ്? ആറിൻറ്റ് ഐ. ഇനി ഇവിടെ തന്നെ ഐ ആം ഓണസ്റ്റ് എന്നുള്ളത് ഐ ആം നോട്ട് ഓണസ്റ്റ് എന്നാണ് വരുന്നതെങ്കിലോ? ഐ ആം നോട്ട് ഓണസ്റ്റ്. ഐ ആം നോട്ട് ഓണസ്റ്റ് എന്നാണ് വരുന്നതെങ്കിൽ അവിടെ ടാഗ് എന്തായിരിക്കും വരുന്നത്? ഇവിടെ നേരത്തെ പറഞ്ഞു സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് ടാഗ് എന്ത് വന്നത്? ആറിഞ്ച് വന്നത്. ഇനി ഇവിടെ സെന്റൻസിൽ തന്നെ എന്താണ്? നോട്ട് തന്നിട്ടുണ്ട്. സോ നമ്മുടെ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ എന്തായിരിക്കും വരുന്നത്? ആം ഐ എന്ന് വരും. ഓക്കെ. ആം ഐ ഇതായിരിക്കും ആൻസർ വരുന്നത്. അപ്പൊ മറന്നു പോകരുത്. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്താണ്? ആറിൻ്റെ വരും. സെന്റൻസ് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ടാഗ് എന്ത് വരും? ആം ഐ വരും. ഏത് സെന്റൻസിൽ? ഐ ആം സബ്ജക്റ്റ് ആയിട്ട് വരുന്നുള്ള സെന്റൻസിൽ. ഓക്കെ. ഒന്നുകൂടി പറയാം. തന്നിരിക്കുന്ന സെന്റൻസിൽ ഐ ആം സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. സെന്റൻസ് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ടാഗ് എപ്പോഴും എന്തായിരിക്കും? ആറിൻറ്റ് ഐ ആയിരിക്കും. ഓക്കെ. ആറിൻറ്റ് ഐ. ഇനി തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണ്. ഐ ആമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ആണ്. സെന്റൻസ് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടാഗ് എന്തായിരിക്കും? ആം ഐ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ ക്യാൻ അച്ചീവ് സക്സസ് ഇൻ ലൈഫ് ഡാഷ്. ഒരു സെന്റൻസ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം. ഓൺലി ഇഫ് ഹി ട്രൈസ് ഹാഡ്, ഓൺലി ഇഫ് ഹി ട്രൈഡ് ഹാഡ്, ഓൺലി ഇഫ് വൺ ട്രൈസ് ഹാഡ്, ഓൺലി ഇഫ് വൺ ട്രൈഡ് ഹാഡ്. എന്താണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം? തന്നിരിക്കുന്ന സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വൺ എന്ന് പറയുന്ന വേർഡിലാണ്. സോ അത് എൻഡ് ചെയ്യുമ്പോഴും എന്ത് വരും? അവിടെ ഒരു വൺ വരും. വണ്ണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് എൻഡ് ചെയ്യുന്നത് എന്തിൽ തന്നെ ആയിരിക്കും? വണ്ണിൽ തന്നെ ആയിരിക്കും. സോ ഇവിടെ എന്ത് ചെയ്യാം? ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ട. അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി വൺ ക്യാൻ അച്ചീവ് സക്സസ് ഇൻ ലൈഫ് ഓൺലി ഇഫ് വൺ ട്രൈസ് ഹാഡ് ആണോ ട്രൈഡ് ഹാഡ് ആണോ? തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ്? പ്രസന്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. സോ അതിന്റെ ബാലൻസ് എന്ത് തന്നെ വരും? പ്രസന്റ് ടെൻസിൽ തന്നെ വരും. വരില്ലേ? സോ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓൺലി ഇഫ് വൺ ട്രൈസ് ഹാഡ്. ഓപ്ഷൻ ബി, സി ആണ് കറക്റ്റ് ആൻസർ. ബി അല്ല, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വൺ ക്യാൻ അച്ചീവ് സക്സസ് ഇൻ ലൈഫ് ഓൺലി ഇഫ് വൺ ട്രൈസ് ഹാഡ് എന്ന് വരും.
ക്ലിയർ ആണല്ലോ? അപ്പോൾ 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് എൻഡ് ചെയ്യുന്നത് 1-ലായിരിക്കണം. അത് നിർബന്ധമായിട്ട് ഓർക്കുക. ഇത് ഈ ഒരു ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. 1 എന്ന് പറഞ്ഞുകൊണ്ട് ഹി വരുമോ സബ്ജക്റ്റ് ആയിട്ട്? ഒരിക്കലും വരില്ല. 1-ൽ സ്റ്റാർട്ട് ചെയ്താൽ എൻഡ് ചെയ്യുന്നത് എന്താണ്? 1-ൽ തന്നെ ആയിരിക്കണം. അത് മറന്നു പോകരുത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. It was dash an evil intent that the beggar approached the child. ഇവിടെ എന്താണ്? പ്രിപ്പോസിഷനെ നേരത്തെ നമ്മൾ പ്രിപ്പോസിഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും വന്നു. അപ്പോൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ പഠിക്കാമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അല്ലേ? നോക്കിക്കേ. ഇറ്റ് വാസ് ഡാഷ് ആൻ ഈവിൽ ഇന്റന്റ് ദാറ്റ് ദി ബെഗർ അപ്രോച്ച് ദി ചൈൽഡ്. ബെഗർ എന്താണ്? ചൈൽഡിനെ അപ്രോച്ച് ചെയ്തൊരു ഈവിൽ ഇന്റന്റുമായിട്ടാണ്. അപ്പോൾ അവിടെ വരുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? വിത്ത് ആണോ, ഇൻ ആണോ, ഓഫ് ആണോ, ഓൺ ആണോ? ഏതാണ് നമ്മുടെ പ്രിപ്പോസിഷൻ ഇവിടെ വരുന്നത്? ഇറ്റ് വാസ് with an evil intent എന്നാണ് അല്ലെ? ഇറ്റ് വാസ് വിത്ത് ആൻ ഈവിൽ ഇന്റന്റ് ദാറ്റ് ദി ബെഗർ അപ്രോച്ച് ദി ചൈൽഡ് എന്ന് വരും. ഇറ്റ് വാസ് വിത്ത് ആണ് അവർ വരുന്നത് അല്ലേ? എന്താണ്? ഒരു ഈവിൽ ഇന്റന്റുമായി ഇറ്റ് വാസ് വിത്ത് ആൻ ഈവിൽ ഇന്റന്റ് എന്ന് വരും. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോ സൂണർ നമ്മുടെ യൂസേജിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോ സൂണർ ഹാഡ് ബി ലെഫ്റ്റ് ഫോർ ദി എയർപോർട്ട് ഡാഷ്. അപ്പം നോ സൂണർ എന്ന് പറയുന്ന യൂസേജ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരാം അല്ലേ? നോ സൂണർ. നോ സൂണർ എങ്ങനെയാണ്? നോ സൂണർ എന്ന് പറയുന്ന യൂസേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നോ സൂണർ അതിനുശേഷം എന്താണ്? പ്ലസ് ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ദാൻ പ്ലസ് V2. ഈ ഒരു ഫോം അങ്ങ് കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നോ സൂണർ നമുക്ക് വേഗം ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ നോ സൂണറിൽ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം സബ്ജക്റ്റ് അല്ല വരുന്നത്, ഹാഡ് ആണ് വരുന്നത്. ഓക്കെ, ഹാഡിന് ശേഷം എന്താണ്? സബ്ജക്റ്റ് വരും. അതിനുശേഷം V3 ഫോം എഴുതും. V3ക്ക് ശേഷം ദാൻ വരും. അതിനും ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെർബിന്റെ V2 ഫോം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫോമിലുള്ള ആൻസർ ഏതാണോ അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് നോ സൂണർ ഉണ്ട്, ഹാഡ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, V3 ഉണ്ട് അല്ലെ? ഇത് V3, ഇത് സബ്ജക്റ്റ്, ഇവിടെ ഹാഡ്, നോ സൂണർ, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ വരെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന ഏതൊക്കെയാണ്? ദാനും V2 മാത്രം മതി അല്ലെ? എല്ലാ സെന്റൻസിലും എന്തുണ്ട്? ദാൻ ഉണ്ട്. ഇതിലുണ്ട്, ഇതിലുണ്ട്. 4 ഓപ്ഷൻസിലും എന്ത് തന്നിട്ടുണ്ട്? ദാൻ തന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് V2 ഉള്ള സെന്റൻസ് ഏതാണ് എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇറ്റ് സ്റ്റാർട്ടഡ്, ഇത് V2 ആണ്. ഇറ്റ് ഹാഡ് സ്റ്റാർട്ടഡ്, തെറ്റാണ്. ഇറ്റ് സ്റ്റാർട്ട്സ്, പ്രസന്റ് ടെൻസ് ആണ്, അതും തെറ്റാണ്. ഇറ്റ് വിൽ സ്റ്റാർട്ട്, ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലേ? ദാൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് എന്ന് വരും. ഓക്കെ, അപ്പൊ നോ സൂണറിന്റെ കാര്യം ഒന്നുകൂടി ഓർക്കുക. നോ സൂണർ പ്ലസ് ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3. അതിനുശേഷം നമ്മൾ ദാൻ യൂസ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? V2. ലാസ്റ്റ് ആണ് V2 വരുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നോ സൂണർ ഹാഡ് ബി ലെഫ്റ്റ് ഫോർ ദി എയർപോർട്ട് ദാൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് എന്ന് വരും. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 21. We have been nominated to the council. Our well-wishers are keeping their fingers crossed. അപ്പോൾ കീപ്പിംഗ് ദെയർ ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്ന് പറയുന്ന ആ യൂസേജ് അല്ലെങ്കിൽ ആ ഇഡിയത്തിന്റെ മീനിങ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദി എക്സ്പ്രഷൻ കീപ്പിംഗ് ദെയർ ഫിംഗേഴ്സ് ക്രോസ്ഡ് മീൻസ് ക്രോസിംഗ് ദ ഫിംഗേഴ്സ് ആസ് പാർട്ട് ഓഫ് ആൻ എക്സസൈസ്, ക്രോസിംഗ് ദ ഫിംഗേഴ്സ് ആസ് പാർട്ട് ഓഫ് എ റിച്വൽ, എക്സ്പെക്ടിംഗ് ദ വേഴ്സ്റ്റ് ടു ഹാപ്പൻ, എക്സ്പെക്ടിംഗ് ദി ബെസ്റ്റ് ടു ഹാപ്പൻ. എന്താണ് ക്രോസിംഗ് ദ ഫിംഗേഴ്സ്? എന്താണ്? യെസ്, കീപ്പിംഗ് ദ ഫിംഗേഴ്സ് ക്രോസ്ഡ് അല്ലേ? കീപ്പിംഗ് ദി ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്ന് പറയുന്ന ആ ഒരു ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? എന്തായിരിക്കും അതിന്റെ മീനിങ് വരുന്നത്? എക്സ്പെക്ടിംഗ് ദ വേഴ്സ്റ്റ് ടു ഹാപ്പൻ ആണോ ബെസ്റ്റ് ടു ഹാപ്പൻ ആണോ വരുന്നത്? എന്താണ്? എക്സ്പെക്ടിംഗ് ദി ബെസ്റ്റ് ടു ഹാപ്പൻ, നല്ലത് സംഭവിക്കാനായിട്ട് അല്ലെങ്കിൽ നല്ലത് സംഭവിക്കുന്നതിന് വേണ്ടി പ്രതീക്ഷിക്കുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കീപ്പിംഗ് ദി ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്ന് പറയുന്നത്. അതൊരു ഇഡിയമാണ്. നമ്മൾ നേരത്തെ ഹെർക്കൂലിയൻ ടാസ്ക് ഒക്കെ പറഞ്ഞില്ലേ, അതേപോലെ വരുന്ന ഒരു ഇഡിയമാണ് കീപ്പിംഗ് ദി ഫിംഗേഴ്സ് ക്രോസ്ഡ്. അതിന്റെ മീനിങ് എന്താണ്? എക്സ്പെക്ടിംഗ് ദ ബെസ്റ്റ് ടു ഹാപ്പൻ, നല്ല കാര്യം സംഭവിക്കുന്നതിനായിട്ട് കാത്തിരിക്കുന്നു അല്ലെങ്കിൽ അതിനെന്താണ്? എക്സ്പെക്ട് ചെയ്യുന്നു. അതിനെയാണ് ക്രോസിംഗ് ദി ഫിംഗേഴ്സ് എന്താണ്? കീപ്പിംഗ് ദി ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The project was completed in 6 months. Here the word underlined is a or an dash. ഇപ്പൊ എന്താണ് അണ്ടർലൈൻ ചെയ്ത വേർഡ്? ഏത് കാറ്റഗറിയിൽ വരുന്ന വേർഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദി പ്രോജക്ട് വാസ് കംപ്ലീറ്റഡ് ഇൻ 6 months എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ്. അതിൽ പ്രൊജക്ട് അല്ലെങ്കിൽ ദി പ്രോജക്ട് എന്ന് പറയുന്നത് എന്താണ്? വേർബ് ആണോ, നൗൺ ആണോ, ആഡ്വേർബ് ആണോ, ആഡ്ജക്റ്റീവ് ആയിട്ടാണോ വരുന്നത്? എന്താണ് പ്രൊജക്ട് എന്ന് പറയുന്നത്? പ്രൊജക്ട് എന്ന് പറയുന്നത് ദി പ്രോജക്ട് വാസ് കംപ്ലീറ്റഡ് ഇൻ 6 months. അപ്പൊ ഇവിടെ
വാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഓക്സിലറി വേർബ് ആണ് അല്ലെ, കംപ്ലീറ്റഡ് എന്താണ്, വേർബ് ആണ്. സോ ദി പ്രൊജക്ട് എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും, നൗൺ ആയിരിക്കും. നമുക്ക് നോക്കുമ്പോൾ എന്താണ് നൗൺ ആയിട്ട് വരാൻ അവിടെ വേർഡ് എന്താണ്, ഒരാളുടെ പേരോ ഒരു പ്ലേസിന്റെ പേരോ ഒന്നും തന്നിട്ടില്ല എങ്കിൽ പോലും ഇവിടെ ഈ ഒരു സെന്റൻസിൽ എന്താണ്, ദി പ്രൊജക്ട് എന്ന് പറഞ്ഞിരിക്കുന്ന അവിടുത്തെ എന്താണ്, അവിടുത്തെ നൗൺ ആണ്. ഓക്കെ, തെറ്റിപ്പോകട്ടെ. അപ്പോൾ ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരു അനിമലിന്റെയോ അല്ലെങ്കിൽ ഒരു പ്ലേസിന്റെ പേരോ ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് അത് നൗൺ അല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട. ദി പ്രൊജക്ട് എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ നൗൺ തന്നെയാണ്. ഓക്കെ, ദി പ്രൊജക്ട് വാസ് കംപ്ലീറ്റഡ് ഇൻ 6 months. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ. അപ്പൊ 4 സെന്റൻസ് തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ദോ വി ട്രൈ ഹാഡ് വി കുഡ് നോട്ട് റീച്ച് ദി സമ്മിറ്റ് ഓഫ് ദി ഹിൽ. ദോ വി ട്രൈഡ് ഹാഡ് വി കുഡ് നോട്ട് റീച്ച് ദി സമ്മിറ്റ് ഓഫ് ദി ഹിൽ. ദോ വി ആർ ട്രൈയിങ് ഹാഡ് വി കുഡ് നോട്ട് റീച്ച് ദി സമ്മിറ്റ് ഓഫ് ദി ഹിൽ. ദോ വി ട്രൈസ് ഹാഡ് വി കനോട്ട് റീച്ച് ദി സമ്മിറ്റ് ഓഫ് ദി ഹിൽ. അപ്പം ദോ എന്ന് പറയുന്നൊരു യൂസേജ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ദോയുടെ കൂടെ കറക്റ്റ് ആയിട്ട് ഏത് രീതിയിലാണ് 2 സെന്റൻസിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ദോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏതായിരിക്കും ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലേ. ദോ വി ട്രൈഡ് ഹാഡ് വി കുഡ് നോട്ട് റീച്ച് ദി സമ്മിറ്റ് ഓഫ് ദി ഹിൽ എന്ന് വരും. ഓക്കെ, ദോ വി ട്രൈഡ് ഹാഡ് വി കുഡ് നോട്ട് റീച്ച് ദി സമ്മിറ്റ് ഓഫ് ദി ഹിൽ. ഫസ്റ്റ് സെന്റൻസ് ഓക്കെ, ട്രൈ ഹാഡ്, ഇവിടെ പ്രസന്റ് ടെൻസ് വന്ന് ഇവിടെ കുഡ് നോട്ട് വന്നു, കുഡ് നോട്ട് റീച്ച് എന്നാണ് വന്നിരിക്കുന്നത്, പാസ്റ്റ് ടെൻസ് ആയി. സോ അത് തെറ്റാണ്. വി ആർ ട്രൈയിങ് ഹാഡ് വി കുഡ് നോട്ട് അല്ലെ, ഇവിടെയും എന്താണ് പ്രസന്റും പാസ്റ്റുമാണ് വന്നിരിക്കുന്നത്, അതും തെറ്റാണ്. വി ട്രൈസ് ഹാഡ് വി കാനോട്ട് റീച്ച് അല്ലേ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടേക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സെന്റൻസിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സോ അതും തെറ്റാണ്. ഏതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി ആണ്. ദോ വി ട്രൈഡ് ഹാഡ് വി കാനോട്ട് റീച്ച് ദി സമ്മിറ്റ് ഓഫ് ദി ഹിൽ. എത്ര ഹാർഡായിട്ട് ട്രൈ ചെയ്താലും എന്താണ്, വി കുഡ് നോട്ട് റീച്ച് ദി സമ്മിറ്റ് ഓഫ് ദി ഹിൽ, എന്താണ് നമുക്ക് ഒരിക്കലും എന്താണ് ആ ഹില്ലിന്റെ ആ ഒരു മുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഐ വാണ്ട് യു ടു സ്റ്റാർട്ട് ദി എക്സ്പെരിമെന്റ് ഡാഷ് നൗ. അവിടെ 4 വേർഡ്സ് ആണ് തന്നിരിക്കുന്നത്. ഏത് വേർഡാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് നോക്കിക്കേ. റൈറ്റ്, വെരി, സൂൺ, ഇമീഡിയറ്റ്ലി. 4 വേർഡ്സ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെയും നമുക്ക് കൺഫ്യൂഷൻ വരേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ ഈ ഓരോ ഓപ്ഷനും ആ സെന്റൻസിലേക്ക് ആഡ് ചെയ്ത് വായിച്ചു നോക്കുക. ഓക്കെ, ഐ വാണ്ട് യു ടു സ്റ്റാർട്ട് ദി എക്സ്പെരിമെന്റ് റൈറ്റ് നൗ, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ നോക്കിയേ, ഐ വാണ്ട് യു ടു സ്റ്റാർട്ട് ദി എക്സ്പെരിമെന്റ് വെരി നൗ. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം സെന്റൻസ് കൺസ്ട്രക്ഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സോ നമുക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്യാം, വെരിയെ നമുക്ക് വേണ്ടാന്ന് വെക്കാം. നെക്സ്റ്റ്, ഐ വാണ്ട് യു ടു സ്റ്റാർട്ട് ദി എക്സ്പെരിമെന്റ് സൂൺ നൗ. സൂണും നൗ ഏകദേശം ഒരേ മീനിങ് ആണ് വരുന്നത്, തെറ്റാണ്. പിന്നീട് ഐ വാണ്ട് യു ടു സ്റ്റാർട്ട് ദി എക്സ്പെരിമെന്റ് ഇമ്മീഡിയറ്റ്ലി നൗ. ഇമ്മീഡിയറ്റ്ലിയുടെ മീനിങ്ങും നൗ എന്നുള്ള മീനിങ്ങും ഏകദേശം കറക്റ്റ് ആണ്. സോ അതും തെറ്റാണ്. അപ്പൊ ആൻസർ ഏത് വരും, റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ എന്നുള്ള മീനിങ് വരും അല്ലേ. അപ്പൊ എന്ത് വരും, ഐ വാണ്ട് യു ടു സ്റ്റാർട്ട് ദി എക്സ്പെരിമെന്റ് റൈറ്റ് നൗ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിന്റെ ബാലൻസ് 6 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോംപ്രിഹെൻഷൻ പാസേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് നമുക്ക് ഈ ഒരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ബാക്കി നമ്മുടെ ഗ്രാമർ, വൊക്കാബുലറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. പെഡഗോജി വരുന്ന പാർട്ട് 3-ലാണ് അല്ലേ. ആദ്യം ഞാൻ പെഡഗോജിയുടെ കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ പാർട്ട് 3 ഇംഗ്ലീഷിലാണ് പെഡഗോജി വരുന്നത്. 2-ൽ എന്താണ്, പെഡഗോജി റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഗ്രാമർ പ്ലസ് വൊക്കാബുലറി പ്ലസ് കോംപ്രിഹെൻഷൻ, അങ്ങനെ ആ ഒരു 3 ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.